നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പരാജയഭീതി മൂലം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പ്രവർത്തിക്കുകയാണെന്ന് BJP നേതാക്കൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 4 ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരിക്കൽ പ്രക്രിയയിലും പേര് ചേർക്കലിലും ക്രമക്കേട് നടത്തിയിട്ടാണ് അട്ടിമറിക്ക് ശ്രമിക്കുന്നത്. എല്ലാ വാർഡിലും കുറ്റമറ്റ രീതിയിൽ വോട്ടർ പട്ടിക ഉണ്ടാവുന്നതിന് പാർട്ടി ഓരോ സമയത്തും ഇടപെടൽ നടത്തിയിരുന്നു. അന്തിമ പട്ടിക വരുന്നതിന് മുൻപ് തന്നെ സ്ഥലത്തില്ലാത്തവരെ നീക്കം ചെയ്യാൻ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് തള്ളുകയാണ് ചെയ്തത്. 4, 3, 5, 7, 15 എന്നീ വാർഡുകളിലെ 200-ലേറെ അനധികൃത വോട്ടർമാരെ കണ്ടെത്തി പഞ്ചായത്ത് സെക്രട്ടറിക്ക് വീണ്ടും പരാതി കൊടുത്തിരുന്നു. എന്നാൽ ഹിയറിംഗിന് വിളിച്ചപ്പോൾ ആക്ഷേപം ഉന്നയിക്കപ്പെട്ട ഒരാളും ഹാജരായിരുന്നില്ല. പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും CPM നേതാക്കളും ചേർന്നാണ് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്നതെന്നും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജില്ലാ കളക്ടർ, കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇതിനെതിരെ നിയമയുദ്ധവും സമരങ്ങളും നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വിജയത്തെ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് വലിയ അട്ടിമറികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ഇതിനു മുമ്പത്തെ മറ്റേ പ്രസ് മീറ്റിലും ഞങ്ങൾ പറഞ്ഞതാണ്. ഇതിനു മുമ്പും ഞങ്ങൾ ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. അവിടുത്തെ ചില വോട്ടുകൾ വെട്ടിമാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷകൾ കൊടുത്ത സമയത്ത് അതൊന്നും കൃത്യമായി ചെയ്യാതിരിക്കുക എന്നൊരു സംവിധാനം ഇവിടെ കണ്ടുവരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് BJP നാഗലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TP സനൽ, തൃത്താല മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV മനോജ്, മണ്ഡലം ജനറൽ സെക്രട്ടറി K കൃഷ്ണദാസ്, OBC മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് VB മുരളീധരൻ, അജേഷ് മാവുങ്കൽ എന്നിവർ പങ്കെടുത്തു. കൃത്യമായിട്ട് അവരുടെ ഫയലുമായിട്ട് അതിന്റെ ഹിയറിംഗ് നോട്ടീസുമായിട്ട് വന്നിട്ട് CPMന്റെ ആളുകളും സെക്രട്ടറിയും കൂടിയിട്ട് ഇരുന്നിട്ട് ആ ഓഫീസ് അല്ലാത്ത സമയത്ത് ഈ കരാർ ജീവനക്കാരായിട്ടുള്ള ആളുകളുണ്ട്, അവരെ വെച്ചുകൊണ്ട് ഒക്കെ തന്നെ അത് ആ ഹിയറിങ്ങിന് വരാത്ത ആളുകളെ അത് വോട്ടർ പട്ടികയിലേക്ക് വ്യാപകമായിട്ട് കയറ്റുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഈ കഴിഞ്ഞ 9-ാം മാസം നമുക്കത് കയ്യോടെ നമ്മൾ പിടിക്കുകയുണ്ടായി. അത് അന്ന് പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ടിട്ടാണ് അത് ആ ഒരു സംഘർഷാവസ്ഥയ്ക്ക് സമാധാനം ഉണ്ടാക്കിയത്. അതിനുശേഷം നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു, കളക്ടർക്ക് പരാതി കൊടുത്തു, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു, കമ്മീഷണർക്ക് പരാതി കൊടുത്തു. പിന്നെ നടപടി ഉണ്ടായില്ല. പിന്നെ നമ്മൾ ഇതും വീണ്ടും ഈ പറയുന്നത് പോലെ നേരത്തെ പറഞ്ഞതുപോലുള്ള ക്രമീകരണങ്ങൾ നടത്തി പിന്നെ നമ്മളത് ഹിയറിങ്ങിന് ചെന്നതിന്റെ ഹാജരാക്കിയതിന്റെ ഒരു രേഖ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും തരാൻ തയ്യാറായില്ല. കൂറ്റനാട് മല റോഡിന് സമീപം മിനി പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5ഓടെയായിരുന്നു അപകടം. പടിഞ്ഞാറങ്ങാടി ഭാഗത്തു നിന്നും വരികയായിരുന്ന വാഹനം മല റോഡിലെ തൃത്താല ഗവൺമെന്റ് കോളേജ് റോഡിന് മുൻവശത്തെത്തിയതോടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ വാഹനത്തിന്റെ ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി താലൂക്കിൽ എന്യൂമറേഷൻ ഫോമുകൾ സ്വീകരിക്കാനുള്ള ക്യാമ്പുകൾ തുടങ്ങി. ക്യാമ്പുകളുടെ പ്രവർത്തനം പട്ടാമ്പി തൃത്താല മണ്ഡലം ERO കൂടിയായ ഡെപ്യൂട്ടി കളക്ടർ SS ആൽഫയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുടെ ഭാഗമായാണ് പട്ടാമ്പി താലൂക്കിൽ എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമായി ക്യാമ്പുകൾ ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് ക്യാമ്പുകൾ നടക്കുന്നത്. 3 ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിൽ BLOമാരെ സഹായിക്കാൻ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമുണ്ട്. രാവിലെ 9 മണി മുതൽ തന്നെ ക്യാമ്പുകൾ സജ്ജമായി. നിലവിൽ താലൂക്കിലെ എന്യൂമറേഷൻ ഫോറം വിതരണം 95% പൂർത്തിയായിട്ടുണ്ട്. കണ്ടെത്താൻ കഴിയാത്ത വോട്ടർമാർക്ക് മാത്രമാണ് ഇനി ഫോറം നൽകാനുള്ളൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വിതരണം ചെയ്ത ഫോറങ്ങൾ സ്വീകരിക്കാനായി ഒരുക്കിയ ക്യാമ്പിലും നിരവധി പേർ എത്തുന്നുണ്ട്. ക്യാമ്പിലെത്തി ഫോറം നൽകാൻ കഴിയാത്തവരുടെ വീടുകളിൽ എത്തി BLOമാർ ഫോറം ശേഖരിക്കും. പട്ടാമ്പി താലൂക്കിലെ വിവിധ ക്യാമ്പുകളിൽ പട്ടാമ്പി തൃത്താല മണ്ഡലം ERO കൂടിയായ ഡെപ്യൂട്ടി കളക്ടർ SS ആൽഫയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഫോറം ലഭിച്ച വോട്ടർമാർ ക്യാമ്പുകളിലെത്തി ഫോറം കൈമാറാൻ സഹകരിക്കണമെന്ന് ഡെപ്യൂട്ടി കളക്ടർ അഭ്യർത്ഥിച്ചു. 2026 സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ ഭാഗമായിട്ട് എന്യൂമറേഷൻ ഫോം എല്ലാ വീടുകളിലും BLO എത്തിച്ചിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിൽ ഇനിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത ഫോമുകൾ ആബ്സെന്റ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഡെത്ത് ആയിട്ടുള്ളവരുടെ ഫോംസ് ആണ്. അത് ആരെങ്കിലും ഇനിയും ഫോംസ് കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ BLOയുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ഫോം തരുന്നതായിരിക്കും. അത് കിട്ടാത്ത നമ്മുടെ 2025 വോട്ടർ പട്ടികയിൽ ഇനിയും കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ അൺട്രേസബിൾ ആയിട്ട് മാർക്ക് ചെയ്യുന്നതും ആയിരിക്കും. ഇനി അടുത്ത് നമ്മൾ കടക്കുന്നത് കളക്ഷൻ സ്റ്റേജിലോട്ടാണ്. ഓരോ വീടുകളിലും
എത്തിച്ചിട്ടുള്ള ഇന്യൂമറേഷൻ ഫോംസ് തിരിച്ച് കളക്ട് ചെയ്യുക, പൂരിപ്പിച്ച് അത് തിരിച്ച് വാങ്ങുന്ന പ്രക്രിയയിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. അതിനായിട്ട് 18-ാം തീയതി, 19-ാം തീയതി, 20-ാം തീയതി ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓരോ ബൂത്ത് തലത്തിലും BLOയും BLOയ്ക്ക് ഒരു ടീമുമുണ്ട്. ആ ടീമിന്റെ ഹെൽപ്പോട് കൂടി BLO ഫോം കളക്ട് ചെയ്ത് അത് ഡിജിറ്റൈസ് ചെയ്യുന്ന പ്രക്രിയയാണ് ഈ 3 ദിവസത്തിൽ നടക്കുന്നത്. ഈ 3 ദിവസങ്ങളിൽ ക്യാമ്പിൽ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്കായിട്ട് BLO അതിനുശേഷമുള്ള ദിവസങ്ങളിൽ വീട്ടിൽ വരുന്നതായിരിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫോം ഫില്ല് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ക്യാമ്പിലോട്ട് എത്തിയാൽ മതിയാകും. BLOയുടെ സഹായത്തോടു കൂടി വോളണ്ടിയേഴ്സിന്റെയും ഹെൽപ്പോട് കൂടി തന്നെ ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ആളുകളും പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ എല്ലാ ഇലക്ടേഴ്സും നിങ്ങൾ ക്യാമ്പുകളിൽ വരികയും നിങ്ങളുടെ ഇന്യൂമറേഷൻ ഫോം തിരിച്ച് നൽകുകയും ചെയ്യുക. എല്ലാവരും വോട്ടർ പട്ടികയിൽ ഇടം നേടുന്നതിനായി ഫോം എത്രയും പെട്ടെന്ന് തന്നെ ക്യാമ്പുകളിൽ എത്തിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ വരാൻ സാധിക്കാത്തവർക്കായി BLOയും BLOന്റെ വോളണ്ടിയേഴ്സും വീടുകളിൽ വന്ന് ഫോം കളക്ട് ചെയ്യുന്നതായിരിക്കും. പട്ടാമ്പി തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ VP സേതു മുഹമ്മദ് എന്നിവരും ഡെപ്യൂട്ടി കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. പട്ടാമ്പിയിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ സംഗമം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥി സംഗമം ഒരുക്കിയത്. പട്ടാമ്പി നിയോജകമണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു സംഗമം. നിയോജകമണ്ഡലം ഓഫീസായ CH സൗദത്തിൽ വെച്ചായിരുന്നു സംഗമം ഒരുക്കിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാവരുടെയും എല്ലാ ജനപ്രതിനിധികളുടെയും അതിനുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഭാവിയിൽ ആ ഒരു എപ്പോഴും പാർട്ടിയെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രവർത്തനങ്ങളൊക്കെ മെച്ചപ്പെടുത്തുവാൻ എല്ലാവരും തയ്യാറാകുന്നു. അത് പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല പൊതുജനങ്ങൾക്കിടയിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് വിശ്വാസ്യതയും സ്വീകാര്യതയും അതിലൂടെ നമുക്ക് ഉണ്ടാക്കാം. ഇന്നിപ്പോൾ ലീഗിൻ്റെ ഏറ്റവും വലിയ ഒരു മൂലധനം എന്നുള്ളത് സമൂഹത്തിലുള്ള വിശ്വാസ്യത, സമൂഹം കൽപ്പിച്ചു നൽകിയ വിശ്വാസ്യത ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ മഹാന്മാരായ നേതാക്കൾ, മഹാനായ സാഹിബ് അദ്ദേഹം ഏറ്റവും ഉന്നത ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും അറിയപ്പെടുന്ന മുസ്ലിം ലീഗിന്റെ വ്യക്തിത്വമാണ്. ഒരു ഭരണാധികാരി എന്നുള്ളവർക്ക് CH സാഹിബ് അതുപോലെ തുടർന്നുള്ള മറ്റൊരു ഭരണാധികാരികൾ, അതുപോലെ ഹായതുമല്ലത്ത് വാഹനത്തങ്ങൾ, ഇതിന്റെ വലിയ പിതാവ്, അതുപോലെ ഷിഹാബ് തങ്ങൾ തുടങ്ങിയുള്ള നേതാക്കൾ, അവരുടെയൊക്കെ ആ മാർഗദർശനങ്ങൾ പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് പിന്നീടുള്ള ഓരോരുത്തരും തന്നെ നമ്മുടെ പാർട്ടി. തയ്യിബ് ദമാത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് E മുസ്തഫ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം, CMA കരീം, MK സമദ്, KP വാപ്പുട്ടി, റഷീദ് തങ്ങൾ, PT മുഹമ്മദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മോഷണം. തിങ്കളാഴ്ച രാവിലെ സ്കൂളിലെത്തിയ പാചകക്കാരിയാണ് മോഷണം നടന്ന വിവരം ആദ്യം അറിയുന്നത്. നിരവധി ക്ലാസ് മുറികളുടെ പൂട്ടുകൾ തകർത്ത നിലയിലാണ്. കൂടാതെ വിദ്യാലയത്തിലെ ഓഫീസ് റൂമിന്റെയും 2 സ്റ്റാഫ് മുറികളുടെയും അടുക്കളയുടെയും സ്റ്റോർ റൂമിന്റെയും എല്ലാം പൂട്ടുകൾ മോഷ്ടാവ് തകർത്തു. വലിയ ഇരുമ്പുകമ്പി ഉപയോഗിച്ചാണ് പൂട്ടുകൾ തകർത്തതെന്നാണ് സൂചന. ഇതിനായി ഉപയോഗിച്ച ഇരുമ്പുകമ്പി സമീപത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. തകർത്ത പൂട്ടുകളും സ്കൂളിന്റെ സൺഷെയ്ഡിന് മുകളിൽ നിന്നും മറ്റുമായി കണ്ടെത്തി. വിദ്യാലയത്തിൽ CCTV ഉണ്ടെങ്കിലും ഇതിന്റെ DVRും എടുത്താണ് മോഷ്ടാവ് സ്ഥലം വിട്ടത്. ചാലശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. റൂമുകളുടെയും പൂട്ടുകൾ തകർത്തതായിട്ട് കാണാൻ സാധിച്ചു. മോഷണ ശ്രമമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അന്വേഷണം നടക്കുന്നുണ്ട്. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ അന്വേഷണം നടത്തുന്നുണ്ട്. CCTV ഉണ്ടെങ്കിലും അതിൻ്റെ DVR നഷ്ടപ്പെട്ട രീതിയിലാണ് കാണുന്നത്. SYS പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ഹിജ്റ എക്സ്പെഡിഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഹിജ്റ പാലായനത്തിന്റെ ദൃശ്യാവിഷ്കാരങ്ങൾ സഹിതമുള്ള സമഗ്ര ചരിത്രാവതരണമാണ് വ്യാഴാഴ്ച ആമീർ OPH കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുക. SYS പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത്. പ്രമുഖ പ്രഭാഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി അൽ ബുഹാരി നേതൃത്വം നൽകും. ഇസ്ലാമിക് ചരിത്രത്തിലെ ഐതിഹാസിക സംഭവങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നുകൂടിയാണ് ഹിജ്റ. ഇസ്ലാം മത സന്ദേശങ്ങൾ ഇന്ന് കാണുന്ന ലോകം മുഴുവൻ പ്രചരിക്കുവാൻ നിമിത്തമാകും വിധം
അതികഠിനമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് പ്രവാചകർ തിരുമേനിയും അനുചരന്മാരും മക്കയിൽ നിന്നും അതിവിദൂരമായ മദീനയിലേക്ക് നടത്തിയ ആ പ്രയാണത്തിന്റെ സഞ്ചാര വഴികളുടെയും പ്രദേശങ്ങളുടെയും ദൃശ്യാവിഷ്കാരം ചേർത്താണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ പാലായനം ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു യാത്രയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഉള്ള ദിവസങ്ങളോടെടുത്ത ഒരു യാത്ര പാലായനം. അതിൻ്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ദൃശ്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ചരിത്ര അവതരണമാണ് ഹിജ്റ എക്സ്പെഡിഷൻ എന്നുള്ള പരിപാടി. SYS പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് കീഴിലാണ് പരിപാടി നടത്തുന്നത്. നവംബർ 20 വ്യാഴം 6:30 ആമയൂര് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. 2500 ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഓഡിറ്റോറിയമാണ്. ജില്ലയുടെ അകത്തുനിന്നും പുറത്തുനിന്നൊക്കെ ധാരാളം ശ്രോതാക്കൾ എത്തുന്ന പരിപാടി കൂടിയാണ്. അറബിക് ഗവേഷകരോടൊപ്പം ആ ചരിത്രഭൂമിയിലൂടെ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി നടത്തിയ പഠന പ്രയാണത്തിൽ ഹിജറയുടെ ത്യാഗസ്മരണകളും പാലായന പാതയിലെ പ്രധാന ഇടങ്ങൾ 43 മൈൽ സോണുകൾ ഉൾപ്പെടെ ഹിജറയുടെ ജിയോഗ്രഫിയും അനുബന്ധമായ ഇസ്ലാമിക് സംസ്കൃതിയും സ്ക്രീനിന്റെ സഹായത്തോടു കൂടി അവതരിപ്പിക്കുന്നുണ്ട്. വ്യാഴാഴ്ച വൈകുന്നേരം നടക്കുന്ന പരിപാടി SJM സംസ്ഥാന സെക്രട്ടറി K. ഉമ്മർ മദനി വിളയൂർ ഉദ്ഘാടനം ചെയ്യും. മറ്റു പ്രമുഖ വ്യക്തികളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ CK ജാബിർ സഖാഫി, K. മുഹമ്മദ് ഷഫീഖ് സഖാഫി മപ്പാട്ടുകര, MK മുഹമ്മദ് ഷഫീഖ് തെക്കുമല, PP അബ്ദുൽ സലാം അക്സനി ആമയൂർ, KT ഷിഹാബുദ്ദീൻ കരിങ്ങനാട് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. സാക്ഷരതാ മിഷന്റെ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു. 50 പഠിതാക്കളാണ് പരീക്ഷയിൽ പങ്കെടുത്തത്. ദമ്പതികളും സ്ഥാനാർത്ഥിയുമെല്ലാം തുല്യതാ പരീക്ഷ എഴുതാനെത്തിയിരുന്നു. സാക്ഷരതാ മിഷന്റെ കീഴിൽ തുല്യതാ പഠനം നടത്തിയ 49 പേരാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ പങ്കെടുത്തത്. നവംബർ 8-ന് ആരംഭിച്ച പരീക്ഷ ഇന്ന് സമാപിച്ചു. 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവരായിരുന്നു പരീക്ഷയിൽ പങ്കെടുത്തത്. പാതി വഴിയിൽ പഠനം നിർത്തിയവർക്കായാണ് സാക്ഷരതാ മിഷൻ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ നടത്തിവരുന്നത്. വിളയിൽ നിന്നുമുള്ള ഉണ്ണികൃഷ്ണൻ ദിവ്യ ദമ്പതികളും പരീക്ഷ എഴുതാൻ എത്തിയിരുന്നു. ഇത് പല പ്രദേശത്തുള്ള ആളുകളാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ, അതായത് കുറേ സമയം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിനുള്ളിൽ ആഴ്ചയുടെ ക്ലാസ് വെച്ച് പല പ്രദേശത്തുള്ള പട്ടാമ്പി ബ്ലോക്കിൻ്റെ കീഴിലുള്ള ഒരുപാട് പ്രദേശത്തുള്ള ആളുകളൊക്കെ പങ്കെടുത്തത്. അതിൽ മുഴുവനാൾക്കും പരീക്ഷ എഴുതാൻ കഴിഞ്ഞിട്ടില്ല. ഈ പരീക്ഷ എഴുതിയാണ് തന്നെ ഈ കഴിഞ്ഞ 8-ാം തീയതി മുതലാണ് ഈ പരീക്ഷ തുടങ്ങുന്നത്. ആ പരീക്ഷയിൽ പല തിരക്കുകളും മാറ്റി വെച്ച് ചില വീടുകളുടെ സ്വന്തം പെങ്ങന്മാരുടെ അല്ലെങ്കിൽ വീടുകളിലൊക്കെ വിവാഹങ്ങളൊക്കെ മാറ്റി വെച്ചാണ് ഈ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടേക്ക് വരാൻ കഴിഞ്ഞത്. ഇത് സപ്പോർട്ട് ചെയ്ത കുടുംബാംഗങ്ങൾക്കും അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടാവും. കുട്ടികളൊക്കെ ഉള്ള ആ രക്ഷിതാക്കൾക്കൊക്കെ അവരുടെ കുട്ടികളുടെ തന്നെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയായാലും ഇങ്ങനൊരു നല്ലൊരു വിജയത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പരമാവധി എഴുതാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. കൊപ്പം പഞ്ചായത്തിലെ 19ാം വാർഡിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി KP ഷീജയും പരീക്ഷയ്ക്കെത്തി. ജനഹിതത്തിന് മുമ്പുള്ള പരീക്ഷണം കൂടിയായിരുന്നു സ്ഥാനാർത്ഥിക്ക് തുല്യതാ പരീക്ഷ. ബ്ലോക്ക് നോഡൽ പ്രേരക് ദേവിയുടെ നേതൃത്വത്തിൽ സെൻട്രൽ കോർഡിനേറ്റർ ശാലിനിയാണ് ക്ലാസ് നടത്തി വന്നിരുന്നത്. കൊപ്പത്ത് വെച്ചായിരുന്നു ഇവർക്ക് ക്ലാസ് നൽകിയതെന്നും ശാലിനി പറഞ്ഞു. 50 പേരാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 49 പേരും പരീക്ഷ എഴുതിയിട്ടുണ്ട്. പ്രൈവറ്റായി 4 പേര് എഴുതിയിട്ടുണ്ട്. ഒരു കുട്ടി സ്ക്രൈബാണുള്ളത്. എല്ലാ പരീക്ഷയ്ക്കും ഓരോരോ ബുദ്ധിമുട്ടുകൾക്കിടയിലും എല്ലാ പഠിതാക്കളും ആ സമയത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 10 മാസത്തെ കോഴ്സാണുള്ളത്. സാക്ഷരതാ മിഷന്റെ കീഴിലാണുള്ളത്. 10 മാസത്തെ കോഴ്സിന് ശേഷമായിരുന്നു പരീക്ഷ. 1.5 മാസത്തിനകം പരീക്ഷാ ഫലവും അറിയാനാകും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.